ഒരു കടവുമില്ലാതെയാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കടം, ഇത്രയും കടം എങ്ങനെ വന്നെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് കോർണർ, തെക്ക് കിഴക്ക് മൂല സമ്പത്തിന്റെ ദിക്കായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സമ്പത്തിന്റെ ദിക്കിനെ പറ്റിയും അവിടെ വരുന്ന തെറ്റായിട്ടുള്ള നിർമ്മിതികളെ പറ്റിയും. ഒന്ന്, തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ഒരു സെപ്റ്റിക് ടാങ്ക് പണിയുന്നു, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴി പണിയുന്നു. രണ്ട്, ആ ഭാഗത്ത് നിങ്ങൾ ഒരു കിണറോ ബോർവെല്ലോ പണിയുന്നു. മൂന്ന്, വീടിന്റെ പുറത്തോ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ടോയ്ലറ്റ് പണിയുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് ഫോൺ വരുന്നതും കടബാധ്യത കൊണ്ടാണ്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചുകൊണ്ട് ഇത്രയും കടവെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, സാറേ ഒരു കടവുമില്ലാതെയാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കടം, ഇത്രയും കടം എങ്ങനെ വന്നെന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഫെങ്ഷുയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് കോർണർ, തെക്ക് കിഴക്ക് മൂല സമ്പത്തിന്റെ ദിക്കായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വീട് എടുക്കുമ്പോൾ വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നമുക്ക് ടോയ്ലറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ സൗത്ത് ഈസ്റ്റ് കോർണറിലല്ല വന്നിരിക്കുന്നത്, അവിടെ നിന്ന് ഒരു 4 അടി മാറിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും കുഴപ്പമുണ്ട്. കാരണം എന്ന് പറയുന്നത്, ഒരു ദിക്കെന്ന് പറയുന്നത് ഒരു ചെറിയ ഏരിയ അല്ല. നിങ്ങളുടെ വീട് എത്രത്തോളം വലുതാണോ ആ വീടിന്റെ വലിപ്പത്തിന്റെ 8ൽ1 ഭാഗം, അതായത് നിങ്ങളുടെ വീട് മൊത്തത്തിൽ എത്രയുണ്ട്, 360 ഡിഗ്രി ഉണ്ട്. അതിന് നമുക്ക് എത്ര ദിക്കുകളുണ്ട്, 8 ദിക്കുകളുണ്ട്. 360നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 45 കിട്ടും. ആ 45 എന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത്, ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം എന്ന് പറയും, ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് പേരും ഇതിനെ അവഗണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ വീട് വെച്ച് താമസിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ പ്രശ്നത്തെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പുതിയ വീടുകൾ വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യമേ നിങ്ങൾ ഇത് കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ 45 ഡിഗ്രിക്കകത്തോ ആണോ ഇത് വന്നിരിക്കുന്നതെന്നുള്ള. അവിടെ പലർക്കും വരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരുപാട് ആൾക്കാർ ഓൺലൈൻ കൺസൾട്ടിംഗ് ആയിട്ടാണ് നമ്മളെ സമീപിക്കുന്നത്. ഓൺലൈൻ കൺസൾട്ടിംഗ് ആയിട്ട് സമീപിക്കുമ്പോൾ ഈ കറക്റ്റ് 45 ഡിഗ്രി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ വീട് എങ്ങോട്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റ മറുപടിയേ ഉള്ളൂ, ഒന്നുകിൽ തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്കെന്നുള്ളൊരു മറുപടിയേ ഉള്ളൂ. എത്ര ഡിഗ്രിയിലാണെന്ന് പലർക്കും പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. അപ്പോൾ അതാത് സൈറ്റുകളിൽ ചെന്നിട്ട് എത്ര ഡിഗ്രിയിലാണ് ഈ വീട് ഫേസ് ചെയ്യുന്നുള്ള കറക്റ്റ് ആ ഡിഗ്രി എടുത്തതിന് ശേഷം മാത്രമേ ഈ 45 ഡിഗ്രി ഈ പ്ലാനിൽ എവിടം മുതൽ എവിടം വരെ ഉണ്ടായിരിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാത്രമാണ് ഇതിനകത്ത് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് ഊഹം വെച്ചോ അല്ലെങ്കിൽ ഉദ്ദേശം വെച്ചിട്ടോ പറയാം, ആ കുഴപ്പമില്ല, ഇത് ഇത്തിരി മാറിയാ നിൽക്കുന്നത്, ഇവിടെ വരാൻ സാധ്യതയില്ല എന്നേ പറയാൻ പറ്റൂ. കൃത്യമായി നിങ്ങൾ അത് നോക്കണമെന്നുണ്ടെങ്കിൽ അതാത് സൈറ്റുകളിൽ പോകണം. അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ ചെന്നെത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റാത്തവർക്കും ഇത്രയെങ്കിലും ഒരു ഓൺലൈൻ കൺസൾട്ടിംഗ് ആയിട്ടെങ്കിലും നിങ്ങളുടെ പ്ലാൻ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്ന സമ്പത്തിന്റെ ദിക്കിനെ പറ്റിയും അവിടെ വരുന്ന തെറ്റായിട്ടുള്ള നിർമ്മിതികളെ പറ്റിയും. ഒന്ന്, തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ഒരു സെപ്റ്റിക് ടാങ്ക് പണിയുന്നു, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് വാട്ടറിന്റെ കുഴി പണിയുന്നു. രണ്ട്, ആ ഭാഗത്ത് നിങ്ങൾ ഒരു കിണറോ ബോർവെല്ലോ പണിയുന്നു. മൂന്ന്, വീടിന്റെ പുറത്തോ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ ടോയ്ലറ്റ് പണിയുന്നു. ഇതെല്ലാം നിങ്ങളെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കടബാധ്യതയിലേക്കും കൊണ്ടുപോകാൻ കാരണമാകുന്നു. ഇനി ഇത്തരത്തിലുള്ള കുഴികളെല്ലാം നിങ്ങൾ പൂർണ്ണമായും അവിടെ നിന്ന് ഒഴിവാക്കി കിണറാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോർവെൽ ആണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കും, സെപ്റ്റിക് ടാങ്കും വെസ്റ്റ് വാട്ടറിന്റെ കുഴിയാണെങ്കിൽ നോർത്ത് വെസ്റ്റിന്റെ നോർത്തിലേക്കും അതിനെ മാറ്റി സ്ഥാപിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് വന്നിട്ടുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം ആ ടോയ്ലറ്റിനകത്ത് ഒരു റെഡ് ലൈറ്റ് ഇടാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ട്രയാങ്കിൾ അതിനകത്ത് ഒട്ടിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഹാരം ചെയ്യാം. ഇനി സ്വീകരണ മുറിയിലേക്ക് പോയിട്ട് നമുക്ക് ആ ദിക്കിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാം. അപ്പോൾ സമ്പത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ഒത്തിരി ടൂളുകൾ നിങ്ങൾക്ക് കാണിക്കാം. ഇതിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളതുമായ 1-2 ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ആദ്യം നമുക്ക് സൗത്ത് ഈസ്റ്റിന്റെ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു അരോന ഫിഷിന്റെ സ്റ്റാച്ചു ശ്രദ്ധിക്കുക. ഇതിന്റെ ലൈവ് സൗത്ത് ഈസ്റ്റിൽ വെക്കുന്നത് നല്ലതല്ല. കാരണം നമ്മുടെ വാസ്തുവിനെ കൂടെ പരിഗണിക്കുമ്പോൾ സൗത്ത് ഈസ്റ്റ് നമുക്ക് അഗ്നിക്കോണാണ്, അവിടെ വെള്ളം പാടില്ല. പക്ഷെ ഒരു ലൈവായിട്ടുള്ള ഫിഷ് അല്ലാതെ ഒരു സ്റ്റാച്ചു നമുക്ക് സൗത്ത് ഈസ്റ്റിൽ വെക്കുന്നത് വെൽത്തായിട്ട് നേട്ടം ഉണ്ടാക്കും. ഇനി സൗത്ത് ഈസ്റ്റിൽ വെക്കുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു വെൽത്ത് ഷിപ്പാണ്, ഒരു ഡ്രാഗന്റെ ഷിപ്പ്. ഇത് നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൽ വെക്കുമ്പോൾ ഇതിന്റെ ഈ ഫ്രണ്ട് വശം, ഡ്രാഗന്റെ ഈ ഒരു ഹെഡ് വരുന്ന വശം വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ അതിനെ പ്ലേസ് ചെയ്യേണ്ടതാണ്. അവിടെ വെക്കാവുന്ന മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് ഡ്രാഗൺ ബോട്ടാണ്.
ഒരു ഡ്രാഗൺ ബോട്ടിനകത്ത് ഒത്തിരി ദിവ്യന്മാർ കുറേ വെൽത്തും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് വരുന്നതായിട്ടാണ്. ഇത് നമുക്ക് സൗത്ത് ഈസ്റ്റിൽ വെക്കാം. വീട്ടിന്റെ ഉള്ളിലേക്ക് നോക്കി വെക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതേപോലെ സൗത്ത് ഈസ്റ്റിൽ വെക്കാവുന്ന മറ്റൊരു ടൂളാണ് നമുക്ക് ഫ്രോഗ്, മണി ഫ്രോഗ്. ഇത് സൗത്ത് ഈസ്റ്റിൽ തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല. മെയിൻ ഡോറിന്റെ സമീപത്ത് നിന്നും വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ വെക്കാം. അതുപോലെ ഒത്തിരി പ്രോസ്പെരിറ്റി ഉള്ള ഒരു മറ്റൊരു ബുദ്ധയാണ് ട്രാവലിംഗ് ബുദ്ധ. ഈ ട്രാവലിംഗ് ബുദ്ധയും നമുക്ക് സമ്പത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകളൊന്ന് ഉപയോഗിച്ച് നോക്കൂ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.